ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസിലൻ PSCയിലേക്ക് സ്വാഗതം. 10th പ്രിലിംസ് എക്സാം എഴുതേണ്ടവർ എന്തായാലും പഠിച്ചിരിക്കേണ്ട കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസുമാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച കളിക്കാരൻ ആരാണ്? സുനിൽ ഛേത്രി. ദേശീയ വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷ വിജയ് കിഷോർ രഹത്കർ. രേഖ ശർമ്മ മാറിയിട്ടുണ്ട്. വിജയ് കിഷോർ രഹത്കർ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ്? SK വസന്തൻ. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച കളിക്കാരൻ ആരാണ്? സുനിൽ ഛേത്രി. ദേശീയ വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷ വിജയ് കിഷോർ രഹത്കർ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ്? SK വസന്തൻ. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. കഴിഞ്ഞ എക്സാമിന് ഞാനിട്ട വീഡിയോയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ എഴുതാൻ സാധിച്ചു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ്? SK വസന്തൻ. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ജനസൗഹാർദ്ദ ആശുപത്രികൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്ത കേരള സർക്കാർ പദ്ധതിയാണ് ആർദ്രം പദ്ധതി. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ജനസൗഹാർദ്ദ ആശുപത്രികൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്ത കേരള സർക്കാർ പദ്ധതി ഏതാണ്? ആർദ്രം. ഇതൊക്കെ റിപ്പീറ്റാണ്. 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം 111. 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം 111. ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളം. പാംലോ പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. പാംലോ അതായത് പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. ഏത് ഇന്ത്യൻ സംസ്ഥാനമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? അരുണാചൽ പ്രദേശ്. കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട BJPയുടെ ആദ്യ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 111. ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. പാംലോ പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്ന സംസ്ഥാനം മണിപ്പൂർ. ഏത് ഇന്ത്യൻ സംസ്ഥാനമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? അരുണാചൽ പ്രദേശ്. കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട BJPയുടെ ആദ്യ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. 2025 G20 കൊച്ചി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? HDFC. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? HDFC. 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ പൃഥ്വിരാജ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വകുപ്പ് മന്ത്രിയാണ് OR കേളു. OR കേളു ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? മാനന്തവാടി. അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? HDFC. 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ പൃഥ്വിരാജ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വകുപ്പ് മന്ത്രിയാണ് OR കേളു. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയിരുന്നു? മാനന്തവാടി. ഇതെല്ലാം റിപ്പീറ്റാണ്. 2014 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ കൃതിയാണ് അൽഗോരിതങ്ങളുടെ നാട്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ കൃതിയാണ് അൽഗോരിതങ്ങളുടെ നാട്. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറോലിങ്ക്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓൾമോസ്റ്റ് എല്ലാം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നീട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാന് നൽകിയിരിക്കുന്ന പേരാണ് നീലു. അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം. OR കേളു ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? മാനന്തവാടി മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്.
2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഉണ്ണി അമ്മയമ്പലം. കൃതി അൽഗോരിതങ്ങളുടെ നാട്. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് ന്യൂറോലിങ്ക്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവെള്ളം തുഴയുന്ന നീല പൊന്മാന് നൽകിയിരിക്കുന്ന പേര് നീലു. 2024 കോപ്പ ഫുട്ബോൾ അമേരിക്ക ജേതാക്കൾ അർജന്റീന. 2024 കോപ്പ അമേരിക്ക ജേതാക്കൾ ആരാണ്? അർജന്റീന. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല മലപ്പുറം. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീന. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? മലപ്പുറം. ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക്സ് 000 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ്? ഡെങ്കി വൈറസിനെതിരെ ഉള്ളതാണ്. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവാണ് പ്രതിഭ റായ്. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിൽ? എറണാകുളം ജില്ലയിൽ. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിൽ. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിച്ച രാജ്യം ഏത്? ബ്രസീൽ. G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിച്ച രാജ്യമാണ് ബ്രസീൽ. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചന്ദ്രവാഹനമാണ് ചന്ദ്രയാൻ 3. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചന്ദ്രവാഹനമാണ് ചന്ദ്രയാൻ 3. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ടാണ് ഇന്ദ്ര. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ടാണ് ഇന്ദ്ര. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് മൃതസഞ്ജീവനി. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മരണാനന്തര അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അമൃതം ആരോഗ്യം. 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻപ്രീത് സിംഗ്. 2024 ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻപ്രീത് സിംഗ്. 2023 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സി രാധാകൃഷ്ണൻ. 2023 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സി രാധാകൃഷ്ണൻ. അപ്പോൾ ഒന്നും കൂടെ നോക്കാം. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലിറങ്ങി ഇന്ത്യയുടെ ചന്ദ്രവാഹനം ഏതാണ്? ചന്ദ്രയാൻ 3. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ടാണ് ഇന്ദ്ര. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് മൃതസഞ്ജീവനി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി അമൃതം ആരോഗ്യം. 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻപ്രീത് സിംഗ്. 2023 ONV സാഹിത്യ പുരസ്കാരം 2023 ആകുമ്പോൾ സി രാധാകൃഷ്ണൻ. 2023 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് മൂന്നാമത്തെ ലെറ്റർ ഏതാ? സി. അപ്പോൾ സി രാധാകൃഷ്ണൻ. 2023 സി രാധാകൃഷ്ണൻ. 2024 പ്രതിഭ റായ്. ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രതിഭ റായ്. അപ്പോൾ 2023 ONV സാഹിത്യ പുരസ്കാരം 2023 സി രാധാകൃഷ്ണൻ. 2024 പ്രതിഭ റായ്. 2023 കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മ. 2023 കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രഭാവർമ്മ. 2023 ഹരിവരാസനം പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്കും. 24 PK വീരമണിദാസൻ. 25 കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം. 2023 ONV പുരസ്കാരം സി രാധാകൃഷ്ണൻ. 2024 ONV പുരസ്കാരം പ്രതിഭ റായ്. 2023 കടമ്മനിട്ട പുരസ്കാരം പ്രഭാവർമ്മ. 2024 ഹരിവരാസനം പുരസ്കാരം PK വീരമണി. 2023 ശ്രീകുമാരൻ തമ്പി. 25 കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.